When someone asks you a question like this, you're a Christian, why did this happen to you? ആരെങ്കിലും നിങ്ങളോട് ഇപ്രകാരം ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ലേ, ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ചു? What you must answer is, I didn't come to Jesus for a job. നിങ്ങൾ പറയേണ്ട മറുപടി, ഞാനൊരു ജോലിക്ക് വേണ്ടിയല്ല യേശുവിന്റെ അടുക്കൽ വന്നത്. I didn't come to Jesus so that he might help me to get a gold medal in my exams. എന്റെ പരീക്ഷകളിൽ ഒരു സ്വർണ്ണ മെഡൽ നേടേണ്ടതിനല്ല ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത്. I came to Jesus because I love Jesus, and even if I don't have anything in this world, I will continue to love Jesus. ഞാൻ യേശുവിന്റെ അടുക്കൽ വന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്തിൽ എനിക്ക് ഒന്നുമില്ല എങ്കിൽ തന്നെയും ഞാൻ യേശുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. That will put the devil to shame. അത് പിശാചിനെ ലജ്ജിപ്പിക്കും. And this darkness will not grab that light when you make that confession. നിങ്ങൾ അങ്ങനെയുള്ള ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ ഈ ഇരുള് ആ പ്രകാശത്തെ പിടിച്ചടക്കുകയില്ല. When you look at the history of look at Bible history, നിങ്ങൾ വേദപുസ്തക ചരിത്രം പരിശോധിച്ചാൽ, when a lion came against Samson, ശിംശോന് നേരെ ഒരു സിംഹം വന്നപ്പോൾ he got an anointing, he tore the lion. തനിക്കൊരു അഭിഷേകം വന്നിട്ട് താൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞു. But when Daniel was put in the lion's den, എന്നാൽ ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോൾ there was no show like Samson. സാംസനെ പോലെയുള്ള വലിയ അത്ഭുതമൊന്നും അവിടെ ഇല്ലായിരുന്നു. But God shut the lion's mouth. എന്നാൽ ദൈവം ആ സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. But in the time of Emperor Nero, എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് lions were released into stadiums as people were watching, and Christians were grabbed and swallowed, and the lions ate Christians up. മറ്റു മനുഷ്യർ സ്റ്റേഡിയങ്ങളിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ നേരെ സിംഹങ്ങളെ തുറന്നു വിടുകയും അവ വന്ന് ക്രിസ്ത്യാനികളെ വലിച്ചു കീറി തിന്നുകയും ചെയ്തു. So what do you say? God was with Samson and God was with Daniel, and God forsook all the first century Christians, is it? അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു? ദൈവം ശിംശോനോട് കൂടെയിരുന്നു, ദാനിയേലിനോട് കൂടെയിരുന്നു. ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രിസ്ത്യാനികളെല്ലാം കൈവിട്ടുവോ? Those who think like this and see like this are people who don't have enough light in the mind. ഇങ്ങനെ കാണുകയും ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നവർ തങ്ങളുടെ മനസ്സിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കാത്തവരാണ്. Don't let that light in you become darkness. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വെളിച്ചം ഇരുളാകുവാൻ അനുവദിക്കരുത്. Dying as a martyr is not a defeat, it's a glorious death. രക്തസാക്ഷിയെ മരിക്കുന്നത് ഒരു പരാജയമല്ല, അത് തേജസ്സേറിയ ഒരു മരണമാണ്. Being eaten by a lion for Jesus' name is a glorious death. യേശുവിന് വേണ്ടി ഒരു സിംഹം നമ്മെ തിന്നുകയാണെങ്കിൽ അത് തേജസ്സേറിയ ഒരു മരണമാണ്. When Stephen was facing the stones, സ്തെഫാനോസ് താൻ കല്ലേറ് നേരിട്ടപ്പോൾ, remember the stones are there not to hit mangoes, the stones are there to kill men. അത് മാങ്ങ എറിയുന്നതിന് വേണ്ടിയിട്ടുള്ള കല്ലുകളായിരുന്നില്ല, അത് മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി എറിഞ്ഞ കല്ലുകളായിരുന്നു. Huge boulders like this, each one can hit the head and finish off a man. ഇതുപോലെയുള്ള വലിയ കല്ലുകൾ എടുത്ത് അത് തലയിൽ പതിച്ചാൽ തന്നെ തല തകർന്ന് മരിക്കും. You tell me, when stones are hurled at you, what will you do? നിങ്ങളുടെ നേരെ ഇങ്ങനെ കല്ലെറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാട്ടെ. What is the first posture or the way any man will stand when stones are hurled at him? കല്ലെറിയുമ്പോൾ ആദ്യം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കും, അവൻ നിൽക്കുന്ന രൂപം എങ്ങനെയായിരിക്കും? ഇങ്ങനെ തല മറച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കും, അല്ലേ? You will try to protect your head first thing. നിങ്ങളുടെ തല സംരക്ഷിക്കുവാൻ നിങ്ങൾ ആദ്യം ശ്രമിക്കും. You know what Stephen did? എന്താണ് സ്തെഫാനോസ് ചെയ്തതെന്ന് അറിയുമോ? He stood on his knees. താൻ മുഴങ്കാലിൽ നിന്നോ He lifted up his hands. തന്റെ കരങ്ങൾ ഉയർത്തി. Bang, 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 stones are hitting him on his head. തന്റെ തലയിൽ അവിടെ ഇവിടെ എല്ലാം വന്ന് കല്ല് പതിക്കുന്നു. Lord, lay not these sins to their charge. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. I see the heavens opened. ഞാൻ സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് കാണുന്നു. I can see Jesus standing up to receive me. യേശുവിനെ സ്വീകരിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയുന്നു. Jesus, who was sitting on the right hand of the Father, is now standing up to receive a martyr into heaven. പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നവനായി യേശു ഇപ്പോൾ ഒരു രക്തസാക്ഷിയെ സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കേണ്ടതിനായി എഴുന്നേറ്റ് നിൽക്കുന്നു. After a few moments, ചില നിമിഷങ്ങൾക്കുള്ളിൽ the body of Stephen was lying on the ground. സ്തെഫാനോസിന്റെ ശരീരം ഭൂമിയിൽ കിടക്കുന്നു. Blood everywhere. രക്തത്തിൽ കുളിച്ച് Skull is cracked. തന്റെ തലയോട്ടി പൊട്ടിയിരിക്കുന്നു. People surrounding him, stones all over him. മറ്റുള്ളവർ അവന്റെ ചുറ്റും നിൽക്കുന്നു. ഒരു കല്ല് അവന്റെ മേൽ കൂമ്പാരമായി കൂടിയിരിക്കുന്നു. All the people who are watching his death, what would they have said? തന്റെ മരണം നോക്കിക്കൊണ്ടിരുന്ന മനുഷ്യരൊക്കെ എന്ത് പറഞ്ഞിരിക്കും? Look at that man, his God could not protect him. ഈ മനുഷ്യനെ നോക്കുക, അവന്റെ ദൈവത്തിന് അവനെ സൂക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. But that is the view of the world. അത് ലോകത്തിന്റെ വീക്ഷണമാണ്. But what was happening in heaven at that same second? അതേ സെക്കൻഡിൽ സ്വർഗ്ഗത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? Jesus and Stephen were embraced.
Shall we close our eyes? നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. We have only a few more days, brothers, sisters. സഹോദര സഹോദരി, ചില ദിവസങ്ങൾ കൂടി മാത്രമേ നമുക്ക് ശേഷിച്ചിട്ടുള്ളൂ. Satan is making plans to put out the lights in this world. ഈ ലോകത്തിലുള്ള വെളിച്ചം ഇരുളാക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. But the Holy Spirit is saying, stop. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാണ്, നിൽക്കുക. Because he has a plan also. എന്തുകൊണ്ടെന്നാൽ അവനും ഒരു പദ്ധതിയുണ്ട്. When the darkness has so much power, ഇരുട്ടിന് ഇത്രത്തോളം ശക്തിയുള്ളപ്പോൾ, that power could not touch the light of Jesus. യേശുവിലുള്ള വെളിച്ചത്തെ തൊടുവാൻ അതിന് കഴിഞ്ഞില്ല. That light that is shining in you and me is the same light of Jesus. നിങ്ങളിലും എന്നിലും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ വെളിച്ചം അന്ന് യേശുവിൽ പ്രകാശിച്ച അതേ വെളിച്ചമാണ്. So when that light shines in the darkness, it will touch other people who are in darkness. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിലായിരിക്കുന്ന മറ്റു പലരിലും അത് വെളിച്ചം പകരുവാൻ ഇടയായി തീരും. Before we close, നാം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് we are going to pray for one point and then close. നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുന്നു. If possible, please stand on your knees. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുഴങ്കാലിൽ നിൽക്കുക. And all sisters, please hold your hands. സഹോദരിമാരെല്ലാം തങ്ങളുടെ കരം ചേർത്ത് പിടിച്ചാട്ടെ. All brothers, please hold your hands. സഹോദരന്മാർ തമ്മിൽ തമ്മിൽ കരം കൊടുത്ത് പിടിച്ചാട്ടെ. You know what we are going to pray for? നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു എന്ന് There അറിയുമോ? is a light that is shining inside you. നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രകാശം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. There is a darkness in your school and in your college and in your workplace. നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ കോളേജിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും ഒരു ഇരുട്ടുണ്ട്. There is a darkness in your neighborhood, in your society. നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ അയൽപക്കത്തിൽ ഒരു അന്ധകാരമുണ്ട്. The light that is in you should go into that darkness. നിങ്ങളിലുള്ള വെളിച്ചം ആ ഇരുളിലേക്ക് കടന്നു ചെല്ലണം. Many who are sitting in that darkness should see a great light. ആ ഇരുളിൽ ഇരിക്കുന്ന അനേകർ ഒരു വെളിച്ചം കാണുവാൻ ഇടയാകണം. In these last days, ഈ അവസാന നാളുകളിൽ, before Satan comes and darkness fills the world, ഈ പിശാചി വന്ന് കോരിട്ട് ഭൂമിയെ മൂടുന്നതിന് മുമ്പ്, Jesus has a work to do through you. യേശുവിന് നിന്നിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. The light of Jesus should spread through you to the dark world. ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യേശുവിന്റെ വെളിച്ചം നിന്നിലൂടെ വ്യാപരിക്കുവാൻ ഇടയാകണം. 1 minute, let us all pray. ഒരു മിനിറ്റ് നമുക്കെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ the darkness in the church should flee. ഈ സഭയിലുള്ള ഇരുട്ട് ഓടിപ്പോകണം. Darkness in Kerala should flee. കേരളത്തിലുള്ള അന്ധകാരം ഓടിപ്പോകണം. Darkness in India should flee. ഭാരതത്തിലുള്ള ഇരുട്ട് ഓടിപ്പോകണം. This church belongs to Jesus. ഈ സഭ യേശുവിനുള്ളതാണ്. Kerala belongs to Jesus. കേരളം യേശുവിനുള്ളതാണ്. India belongs to Jesus. ഇന്ത്യ യേശുവിനുള്ളതാണ്. Oh, let us pray with all our power. നാം നമ്മുടെ മുഴു ശക്തിയോടെ നാം ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. Lord, let our darkness be gone. Let this light spread into all the world, oh God. Thank you, Jesus. We praise you, Lord. We praise you. You know what I believe? ഞാൻ എന്ത് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? Your power has reached heaven. നിങ്ങളുടെ ശക്തി സ്വർഗത്തിലെത്തിയിരിക്കുന്നു. The answer has come down. അവിടെ നിന്ന് ഉത്തരം വന്നിരിക്കുന്നു. You are the light of this world. നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. And this light is going to spread throughout Kerala. ഈ വെളിച്ചം കേരളം മുഴുവൻ പ്രകാശിക്കുവാൻ This പോകുന്നു. light is going to spread throughout India. ഈ പ്രകാശം ഇന്ത്യ മുഴുവൻ വ്യാപരിക്കുവാൻ പോകുന്നു. The Holy Spirit is moving in our midst. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. The statue of liberty will not give liberty. സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ അത് സ്വാതന്ത്ര്യം നൽകിയില്ല. But where the Spirit of God is, there is liberty. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. Now an anointing is coming down. ഇപ്പോൾ ഒരു അഭിഷേകം ഇറങ്ങി Now വന്നുകൊണ്ടിരിക്കുന്നു. the Spirit of God is moving in our midst. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Jesus. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ, പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ